പന്തളം കൊലപാതകം ആസൂത്രിതമാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് തള്ളി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. റിപ്പോർട്ട് എഴുതിയത് തലതിരിഞ്ഞ പോലീസുകാരാണ്. പോലീസ് RSSന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും കോടിയേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങോട്ട് ആക്രമിക്കുക എന്നത് CPM ഉദ്ദേശിക്കുന്നില്ല. ആക്രമണം തുടരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടി വരും. അത് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. കൂടുതൽ ആക്രമണം ഉണ്ടായാൽ നോക്കിയിരിക്കാനാകില്ല. ആക്രമിച്ച് ഇല്ലാതാക്കി കളയാമെന്ന് സംഘപരിവാറുകൾ കരുതരുതെന്നും കോടിയേരി പറഞ്ഞു. ചന്ദ്രൻ ഉണ്ണിത്താന്റേത് ആസൂത്രിത കൊലപാതകമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊല ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ പ്രതികൾ നേരത്തെ കെട്ടിടത്തിന് മുകളിൽ തമ്പടിച്ചു. കരികല്ലും ഇഷ്ടിക കഷ്ണങ്ങളും പ്രകടനത്തിന് നേരെ വലിച്ചെറിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് കടന്നു പോകുന്ന സമയത്ത് കല്ലും ഇഷ്ടിക കഷ്ണങ്ങളും വലിച്ചെറിയുകയായിരുന്നു. ഈ കല്ലേറിലാണ് ചന്ദ്രന് പരിക്കേൽക്കുന്നതും പിന്നീട് മരണം സംഭവിക്കുന്നതും. തലയോട്ടിക്ക് മാരകമായ ക്ഷതമേറ്റെന്നും ഇതാണ് മരണകാരണമായതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് തുടരെ പ്രതികൾ പ്രകടനത്തിന് നേരെ കല്ലെറിയുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത കണ്ണൻ, അജു എന്നിവരെ ഇന്ന് അടൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചന്ദ്രൻ ഉണ്ണിത്താന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുകയായിരുന്നു. സംസ്ഥാനമൊട്ടാകെ RSS ആസൂത്രിതമായി ആക്രമണം അഴിച്ചുവിടുന്നതായും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂരിലെ ആക്രമണങ്ങൾ RSS ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. RSSകാർ വിദ്യാലയങ്ങൾ പോലും ആയുധപുരകളാക്കി മാറ്റുകയാണ്. CPM പ്രവർത്തകർ പ്രകോപനങ്ങളിൽ വീണു പോകരുതെന്നും ആക്രമണം നടത്തരുതെന്നും കോടിയേരി പറഞ്ഞു. അമിത്ഷാ കേരളത്തിൽ വരുന്നത് നല്ലതാണ്. അമിത്ഷാ ഓരോ തവണ കേരളത്തിലെത്തുമ്പോഴും CPMന്റെ ജനപിന്തുണ വർദ്ധിക്കും. ഉത്തരേന്ത്യയിൽ പോലും അമിത്ഷായുടെ പരിപ്പ് വേകുന്നില്ല. പിന്നെയാണോ കേരളത്തിലെന്നും കോടിയേരി പറഞ്ഞു. BJP സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമിത്ഷാ കേരളത്തിലെത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സോണിയാഗാന്ധിയുടെ നിലപാട് KPCCയുടെ ശബരിമല നിലപാടിനെതിരാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത് സ്വാഗതാർഹമാണെന്ന് കോടിയേരി പറഞ്ഞു. അതേസമയം ശബരിമലയിൽ വിശ്വാസികളായ സ്ത്രീകൾക്ക് കയറാമെന്ന V മുരളീധരന്റെ പ്രസ്താവന BJPക്കേറ്റ തിരിച്ചടിയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ശബരിമലയുടെ പേരിൽ കലാപമുണ്ടാക്കാൻ BJP RSS ശ്രമം നടത്തുകയാണ്. ശബരിമലയെ തകർക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നുണകൾ പ്രചരിപ്പിക്കാൻ RSS ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഉയർത്തിപ്പിടിച്ചു. അതുകൊണ്ടാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ആക്രമണത്തെ അപലപിക്കാൻ കോൺഗ്രസും UDFും തയ്യാറായില്ല. ഇത് രാഷ്ട്രീയ അപജയമാണ്. ഓർഡിനൻസിനായി പ്രധാനമന്ത്രിയെ UDF MPമാർ കാണുന്നത് RSSനെ സഹായിക്കാനാണ്. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ലീഗും കോൺഗ്രസും BJPയും ഒരുമിക്കുന്നുവെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.